PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാലാമതായിട്ട് മലപ്പുറം ജില്ലയുടെ ലാബ് അസിസ്റ്റന്റ് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 447/2023. നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റന്റ് മലപ്പുറം, ഡിപ്പാർട്ട്മെന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 24,400 മുതൽ 55,200 രൂപ വരെ. അപ്പൊ ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിന്റെ 28/12/2024, പിന്നെ ജനുവരി 11, 2025, അതുപോലെ ജനുവരി 25, ഫെബ്രുവരി 8 എന്നീ തീയതികളിൽ PSC നടത്തിയിരുന്നു. അപ്പൊ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഏകദേശം 5,13,000 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നവര്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോന്ന് PSCയുടെ വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ മെയിൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് തയ്യാറെടുക്കുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ സീക്വൻസ്, അതായത് രജിസ്റ്റർ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ സ്കോറിന്റെയോ റാങ്കിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ OMR ടെസ്റ്റ്, അതായത് കോമൺ പ്രിലിമിനറി എക്സാം 10th ലെവലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് 50.1828 മാർക്കും അതിന് മുകളിലും നേടിയിട്ടുള്ള, അതായത് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ഈ പ്രിലിമിനറി OMR ടെസ്റ്റിൽ 10th ലെവൽ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ പല റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ കട്ട് ഓഫ് മാർക്ക്, അതായത് ഈ 50.1828 എന്ന് പറയുന്നത് അതിനേക്കാൾ താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അവരുടെ പ്രാതിനിധ്യം ഈ എലിജിബിലിറ്റി ലിസ്റ്റിലും ജോലിയിലൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറി പെട്ട ഉദ്യോഗാർത്ഥികള് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ EW സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതൊക്കെ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അവരുടെയും വാലിഡ് ഡോക്യുമെന്റ്സ് ഒക്കെ അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാനുള്ള അത് വേണം. അതുപോലെ അവരുടെ മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വെച്ചാൽ, അല്ലാതെ ഇത് ഒരു തരത്തിലും റാങ്ക് ലിസ്റ്റിനെയോ ഒന്നും ബാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏത് ഉദ്യോഗാർത്ഥി ആയാലും ഈ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം അവരുടെയൊക്കെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും. ഇനി ഇപ്പോഴത്തെ നിലവിലെ പ്രൊസീജിയർ പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. അപ്പൊ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈല് വഴി PSCയുടെ വെബ്സൈറ്റിൽ കൂടെ അതിന് നിങ്ങൾ 85 രൂപ PSCയുടെ വെബ്സൈറ്റ് വഴി ഈ പേയ്മെന്റ് ആയിട്ട് ആ പോർട്ടൽ വഴി നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേറെ ഏത് രീതിയിലുള്ള രീതിയിൽ കൂടെ ഫീസ് അടച്ചാൽ സാധിക്കില്ല. അപ്പൊ 15 ദിവസത്തിനുള്ളിൽ വേണം, അതായത് 21/5/2025 മുമ്പായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ OMR ആൻസർ സ്ക്രിപ്റ്റിന്റെ ഷീറ്റ് പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതും നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി PSCയുടെ വെബ്സൈറ്റിൽ കൂടെ ഈ പേയ്മെന്റ് 335 രൂപ ആ പോർട്ടൽ വഴി അടച്ചു കഴിഞ്ഞാൽ വേറെ ഏത് രീതിയിലുള്ള പേയ്മെന്റ് സ്വീകരിക്കില്ല. 15 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 21/5/2025 മുമ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പി ഈ OMR ഷീറ്റിന്റെ അതും എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.